ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് LGS 2022-23 ടൈമിൽ ചോദിച്ചിട്ടുള്ള ഫിസിക്സിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പല മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ പറയാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം. ബി, ജീവൻ നിലനിൽക്കുന്നതായി കണ്ടിട്ടുള്ള ഏക ഗ്രഹം. സി, ഒരു ഉപഗ്രഹം ചന്ദ്രൻ. ഡി, ഏറ്റവും വലിയ ഗ്രഹം. ഇ, ഏറ്റവും ചൂടുള്ള ഗ്രഹം. ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇത് നമ്മുടെ ടോപ്പിക്കിൽ ഏത് മേഖലയിൽ നിന്ന് വന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗരയൂഥം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എപ്പോഴും തന്നെ ഇതല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവുക. അപ്പം നോക്കാം, ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവാന്നാണ്. അതിലെ ഫസ്റ്റ് പ്രസ്താവന നോക്കുക. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം. ശരിയാണ് അല്ലേ. ഭൂമിനെ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കളർ ഏതാണ്? നീല നിറമാണ്. അതുകൊണ്ട് എ എന്നുള്ള ഓപ്ഷൻ ശരിയാണ്. ഇനി രണ്ടാമത്തേത് നോക്കുക. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം. അതും ശരിയാണ് അല്ലെ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഉള്ള ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഏത് തന്നെയാണ്? ഭൂമി തന്നെയാണ്. അപ്പം രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കുക. നമുക്ക് ചെറിയ ക്ലാസ്സിൽ തൊട്ടേ പഠിക്കുന്നതാണ് അല്ലേ. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ഏത് എന്നുള്ളത്? ചന്ദ്രൻ എന്നുള്ളത്. അപ്പൊ സി പ്രസ്താവനയും ശരിയാണ്. ഇനി അടുത്തത് നോക്കുക. ഏറ്റവും വലിയ ഗ്രഹം. നമ്മുടെ ഗ്രഹങ്ങളില് ഏറ്റവും വലിയ ഗ്രഹം ഭൂമിയാണോ? അല്ല. ഏതാണ്? വ്യാഴമാണ്. അപ്പൊ ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്, ഭൂമിയല്ല. അപ്പൊ എന്താണ്? ഈ ഡി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ മാറിപ്പോണ്ട. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും ഏറ്റവും ചെറിയ ഗ്രഹം ഏതുമായിരിക്കും? ചെറിയ ഗ്രഹം ഏതാണ്? ബുധനാണ് അല്ലെ. ഏറ്റവും ചെറിയ ഗ്രഹം എന്ന് പറയുന്നത് ബുധനും ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴവും. ഇനി അടുത്തത്, ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും ചൂടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയല്ല, മറിച്ച് ഏതാണ്? ശുക്രനാണ്. ഏതാണ്? ശുക്രനാണ്. അപ്പൊ നോക്കുക, ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, ഏറ്റവും ചെറിയ ഗ്രഹമാണെങ്കിൽ ബുധൻ, അതുപോലെ തന്നെ ഏറ്റവും ചൂടുള്ള ഗ്രഹമാണെങ്കിൽ ഏതാണ്? ശുക്രനാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹമാണെങ്കിൽ ശുക്രനാണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള പ്രസ്താവനയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? എയും ബിയും സിയും മാത്രമാണ് ശരി. അപ്പൊ നമ്മൾ ആൻസർ നോക്കുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എയും ബിയും സിയും മാത്രം ശരിയുള്ളത് ഓപ്ഷൻ ഡി ആണ്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. എന്താണ്? മാസുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന നോക്കുക. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് എന്തെന്ന് പറയുന്നത്? മാസ്. ഇനി അടുത്തത്, പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പം ഇത്രയുമാണ് നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. ഇതില് മാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്നതാണ് അല്ലെ. മാസ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആദ്യത്തെ നോക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് എന്തെന്നുള്ളത്? മാസ് എന്നുള്ളത് അല്ലെ. നമ്മൾ മാസ് എന്താണെന്ന് പഠിക്കുമ്പോൾ ഉള്ള ഡെഫിനിഷൻ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഇനി പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. നമ്മൾ മാസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പം ഇതും എന്താണ്? ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സ്ഥിരമായിരിക്കും. അടുത്തത്, ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് അല്ലെ. നമ്മൾ എപ്പോഴും മാസ് അല്ലെങ്കിൽ വെയിറ്റ് എന്തിലാണ് പറയുന്നത്? kg-യിലാണ് അല്ലെ പറയുന്നത്. സോ ഇതിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. അപ്പൊ അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്.
ഇനി ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കിലോഗ്രാം ആണ് ഏതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്ടൺ എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് അല്ല, മറിച്ച് ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ്? ന്യൂട്ടൺ ബലത്തിന്റെ യൂണിറ്റ് ആണ് അല്ലെ, ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, അപ്പൊ ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് പറയുന്നത്? 1, 2, 3 പ്രസ്താവന ശരിയും 4ാമത്തേത് തെറ്റുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെയും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക, എപ്പോഴും തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SI യൂണിറ്റുകളെ എപ്പോഴും തന്നെ, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SI യൂണിറ്റും അതിനോടുള്ള അനുബന്ധിച്ചിട്ടുള്ള പാർട്സും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണമേത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നിങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പൊ നോക്കുക, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണമേത് അല്ലെങ്കിൽ മിറർ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഏതൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്? കോൺവെക്സ് ദർപ്പണമുണ്ട്, കോൺകേവ് ദർപ്പണമുണ്ട്, സമതല ദർപ്പണമുണ്ട്, പിന്നെ എന്താണ്? ഇവയൊന്നുമല്ല. അപ്പൊ നോക്കുക, ക്വസ്റ്റ്യൻ എന്താണ്? ഏതാണ് റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ് അല്ലെ. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? കോൺവെക്സ് ദർപ്പണമാണ്. കാരണം എന്താണ്? നമുക്കറിയാം അതിൻ്റെ ഒരു ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ. നോർമൽ സമതല ദർപ്പണത്തെക്കാളും കൂടുതൽ സ്ഥലം കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് ദർപ്പണം യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം കോൺകേവ് ദർപ്പണം എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഷേവിംഗ് മിററിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? കോൺകേവ് ദർപ്പണമാണ് അല്ലെ. ഷേവിംഗ് മിറർ, അതുപോലെ തന്നെ ഡെന്റിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന കണ്ണാടി അല്ലെ, അതൊക്കെ എന്താണ്? വലുതായിട്ട് കാണാനൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. ഈ സമതല ദർപ്പണം നമുക്കറിയാം, നമ്മൾ നോർമൽ മുഖം നോക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കണ്ണാടിയാണ് ഏതെന്ന് പറയുന്നത്? സമതല ദർപ്പണം എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം വലത് സൈഡ് ഉള്ളത് ഇടതായിട്ടും തോന്നും, ഇടത് സൈഡ് ഉള്ളത് എന്താണ്? വലതുവശത്തായിട്ടും തോന്നും. അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഏതിനുള്ളത്? സമതല ദർപ്പണത്തിനുള്ളത്. അപ്പൊ ഈ 3 ദർപ്പണങ്ങളുടെയും പ്രത്യേകത പഠിച്ചു വെക്കുക. റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വികിരണം വഴിയുള്ള താപപ്രശ്നവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ഒന്നെങ്കിൽ ചാലനം, അല്ലെങ്കിൽ എന്താണ്? സംവഹനം, അല്ലെങ്കിൽ വികിരണം. അതും പോരെങ്കിൽ എന്താണ്? ഇത് 3ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? താപപ്രേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് മാറി മാറി എപ്പോഴും തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് 3ഉം ഉറപ്പിച്ച് വെച്ചോളൂ, നിങ്ങൾക്ക് ഷുവർ ആയിട്ടും 1 മാർക്ക് കിട്ടും. അപ്പൊ നോക്കുക, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വികിരണം വഴിയുള്ള താപപ്രശ്നവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപപ്രശ്നം ചെയ്യപ്പെടുന്നു. ഇനി തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രശ്നം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപപ്രശ്നം ചെയ്യപ്പെടുന്നു. എന്നിട്ട് പ്രസ്താവന ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ടാണ്? വികിരണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മൾ ഇത് 3ഉം പഠിച്ചു വെക്കണം. എന്താണ്? ചാലനമാണ്, പിന്നെ എന്തുണ്ട്? സംവഹനമുണ്ട്, പിന്നെ വികിരണമുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താണ്? അപ്പൊ നമുക്കറിയാം ചാലനത്തിൽ എങ്ങനെയാണ് താപപ്രശ്നം നടക്കുന്നത്? അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് സ്റ്റൗവിൽ ഒരു പാത്രത്തില് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ചാലനം, ഏതാണ് സംവഹനം, വികിരണം എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ചാലനം എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റൗവിലെ ബർണറിൽ നിന്ന്
തീന്റെ ചൂട് എങ്ങോട്ടാണ് വരുന്നത്? ആ പാത്രത്തിലേക്ക് കിട്ടുന്നുണ്ട് അല്ലെ, നമ്മൾ ആ വെള്ളം വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, അവിടെ എങ്ങനെയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്? ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയായിട്ടാണ് അല്ലെ. തീയുടെ ചൂട് എങ്ങനെയാണ്? ആ ഒരു പാത്രത്തിന്റെ പ്രതലത്തിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയാണ്. അവിടെ എന്താണ്? ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയാണ്. അങ്ങനെയുള്ള താപപ്രേഷണത്തിനാണ് എന്തെന്ന് പറയുന്നത്? ചാലനം എന്ന് പറയുന്നത്. എന്താണ്? ചാലനം. ഓക്കെ, കോണ്ടാക്ട് വഴി. ഇനി അടുത്തത് നമ്മൾ എന്താണ്? സംവഹനത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ചാലനത്തിലൂടെ എന്തിന് ചൂട് ലഭിക്കുന്നുണ്ട്? ആ ഒരു പാത്രത്തിന് ചൂട് ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പാത്രത്തിന് ചൂട് ലഭിച്ചു കഴിയുമ്പം എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളം അല്ലെ, ആ വെള്ളത്തിലെ അടിയിലുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ അടിയിലുള്ള കണികകൾക്ക് എന്താണ്? ആ ഒരു ചൂട് ലഭിക്കും, ശരിയല്ലേ? അതിനുശേഷം എന്ത് ചെയ്യും? ഈ അടിയിലുള്ള കണികകൾ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതെന്ത് സംഭവിക്കും? അത് പൊക്കത്തേക്ക് വരും അല്ലെ. എന്നിട്ട് പൊക്കത്തേക്ക് വന്നിട്ട് ചൂട് കിട്ടാത്ത കണികകൾ താഴേക്ക് പോരും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ചൂട് വരുന്നത്? ഇവിടെ നോക്കുക, തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനം മാറ്റം വഴിയായിട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായവ മുകളിലേക്ക് പോവുകയും ബാക്കി ചൂടില്ലാത്തവ താഴേക്ക് വന്ന് അത് ചൂടായി കഴിയുമ്പം അത് വീണ്ടും എന്താണ്? മുകളിലേക്ക് പോയിട്ടുമാണ് അവിടെ എന്ത് നടക്കുന്നത്? താപപ്രേഷണം നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ താപപ്രേഷണമാണ് ഇതിൽ നടക്കുന്നത്? സംവഹനത്തിൽ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സംവഹനത്തിൽ നടക്കുന്നത്. അപ്പൊ ചാലനത്തിലാണെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട്, അവിടെ എന്തിന് പ്രാധാന്യമില്ല? ചലനത്തിന് പ്രാധാന്യമില്ല. ചലനത്തിന് പ്രാധാന്യമില്ല എവിടെ? ചാലനത്തില്. അതേ സമയത്ത് സംവഹനത്തിനാണെങ്കിൽ തന്മാത്രകളുടെ കണികകളുടെ ചലനം മൂലമാണ് ഇവിടെ എന്ത് പ്രേഷണം ചെയ്യപ്പെടുന്നത്? താപപ്രേഷണം ചെയ്യപ്പെടുന്നത്. ഇനി അടുത്തത് വികിരണമാണെങ്കിൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. നോർമലി സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് എന്താണ്? വികിരണത്തിലൂടെയാണ് അല്ലെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു മാധ്യമത്തിന്റെയും സഹായമില്ലാണ്ട് നേരിട്ട് ഭൂമിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് സൂര്യപ്രകാശം. അപ്പം മാധ്യമത്തിന്റെ ആവശ്യമില്ലാണ്ട് താപപ്രേഷണം നടക്കുന്ന രീതി എവിടെയാണ്? വികിരണത്തിലാണ്. അപ്പൊ നമുക്ക് ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ട് പറ്റും. നോക്കുക, വികിരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സി അല്ലെ, മൂന്നാമത്തെ പ്രസ്താവന. അതായത് മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു. അത് എവിടെയാണ് നടക്കുന്നത്? വികിരണത്തിലാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും LDCക്ക് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും അല്ലെ. കാരണം എന്താണ്? നമുക്കറിയാം ഒറ്റത്തവണയാണ് ഇത്തവണ LDC അല്ലെ, പ്രിലിംസ് ഒന്നും ഇല്ലാണ്ടാണ് എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു എക്സാമിന് വെയിറ്റിംഗ് ആയിരിക്കും. എക്സാം ജൂൺ മുതൽ ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമിന്റെ ടൈമാണ് അല്ലെ ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ട് നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ LDCയുടെ 2 ബാച്ചുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സഖിയും ഒന്ന് യുവയും, അതുപോലെ തന്നെ മിഷൻ LDCയും. ഇതിൽ സഖിയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീട്ടമ്മമാർക്കായിട്ട് പ്രത്യേകമുള്ളൊരു ബാച്ചാണ് ഇതെന്ന് പറയുന്നത്, LDC സഖി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ടൈമൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? ലൈവ് നടക്കുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വിഭാഗമാണ് ആര് എന്ന് പറയുന്നത്? വീട്ടമ്മമാര് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത ഒരു ബാച്ചാണ് ഇത് സഖി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യുവ എന്താണ്? നമ്മൾ യുവാക്കളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ PSCയിലേക്ക് ഇറങ്ങി തിരിച്ചവരുണ്ട്, ഇറങ്ങി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഫോളോ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ എന്താണ് PSC എക്സാമിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ളവർക്കുള്ളൊരു ബാച്ചാണ് LDC യുവ എന്ന് പറയുന്നത്. ബേസിക് തൊട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതുപോലെ മിഷൻ LDC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വരുന്ന ഒരു LDCനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് പോകുന്ന ഒരു ബാച്ചാണ് ഇതെന്ന് പറയുന്നത്, മിഷൻ LDC എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ ഏതെങ്കിലും ബാച്ചിന് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഏത് ബാച്ചിനാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഷുവറായിട്ടും അടുത്ത LD ക്ലർക്കിന്റെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? അല്ലെ, പലരെ സംബന്ധിച്ചും ഈ ഒരു നമ്മുടെ പ്രോബ്ലംസ് കാണുമ്പോൾ, പ്രത്യേകിച്ച് ഫിസിക്സിലെ പ്രോബ്ലംസ് ഒക്കെ കാണുമ്പോൾ വായിച്ചു നോക്കുക പോലും ഇല്ല, എന്ത് ചെയ്യും, അതങ്ങ് സ്കിപ്പ് ചെയ്യൂ അല്ലെ. പക്ഷെ നോക്കുക, ഇത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങിക്കാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ
രേഖകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക എന്നാണ്. അപ്പൊ നമ്മളിപ്പോ ജുവലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, കുറേയിടത്ത് ഇങ്ങനെ പ്രതിബിംബം അല്ലെ, നമ്മുടെ ഒരു രൂപം കാണാനായിട്ട് സാധിക്കും. അതവിടെ അത്രയേറെ മിറർ അവിടെ ഉണ്ടായതുകൊണ്ടാണോ? അല്ല, മറിച്ച് എന്താണ്, അത് ഒരു പ്രത്യേക ഡിഗ്രി കോണളവില് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. സമതല ദർപ്പണം പ്രത്യേക ഒരു ഡിഗ്രി കോണളവിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത്രയേറെ പ്രതിബിംബം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1 ആണ്. അപ്പൊ ഇതിലെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, സ്കൂൾ കാലയളവിൽ തൊട്ട് പഠിക്കുന്നതാണ്. തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു ആംഗിളിനെ ഡിനോട്ട് ചെയ്യാനാണ് തീറ്റ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ഈ തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ തന്നിട്ടുള്ള ആംഗിള് അല്ലെ, കോണളവ് കൊടുത്താൽ മതി. എന്നിട്ട് നോക്കുക, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇവിടെ 360 ഡിഗ്രി ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 90 ആണ്. അപ്പൊ 90 ഇട്ടു. അപ്പൊ 90 ഇട്ട് കഴിഞ്ഞപ്പം നമുക്കറിയാം എത്ര, 9 4 തവണ പോകും. അപ്പൊ എന്താണ്, 4 മൈനസ് 1 ചെയ്തിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി ആണ് വെക്കുന്നതെങ്കിൽ, 90 ഡിഗ്രി കോണളവിലാണ് വെക്കുന്നതെങ്കിൽ എത്ര ഉണ്ടാവും? 3 പ്രതിബിംബമായിരിക്കും ലഭിക്കുക. അപ്പൊ നോർമലി നമുക്ക് ഈ ഒരു ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ കൂടുതൽ എണ്ണം ലഭിക്കണമെങ്കിൽ അടിയിലത്തെ നമ്പർ എപ്പോഴും എന്തായിരിക്കണം? കുറവായിരിക്കണം അല്ലെ, ഡിവൈഡ് ചെയ്യുന്ന നമ്പർ കുറവായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ എണ്ണം കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും കുറവ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 30 ആണ്. അപ്പൊ നമുക്ക് ഈ 30 ഇട്ട് ചെയ്യുകയാണെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 30 അല്ലെ, 30 മൈനസ് 1 ചെയ്യുവാണെങ്കിൽ 0യും 0യും ക്യാൻസൽ ചെയ്യുമോ? അതുപോലെ തന്നെ 36ൽ 3 ആണെങ്കിൽ എത്ര തവണയാണ്? 12 എന്ന് വരും. അപ്പൊ 12 മൈനസ് 1 എത്രന്ന് കിട്ടി? 11 എന്ന ആൻസർ കിട്ടും. അപ്പൊ എന്താണ്, 30 ഡിഗ്രി കോണളവിലാണ് 2 സമതല ദർപ്പണങ്ങളുടെ അരികു വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ എത്ര പ്രതിബിംബം കിട്ടും? 11 പ്രതിബിംബം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും കൂടുതലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി 30 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു മാർക്ക് കിട്ടും അല്ലെ. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് അല്ലെ, നമുക്കറിയാം PSC നോക്കിക്കഴിഞ്ഞാൽ, എക്സാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സും അതുപോലെ തന്നെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സും. അപ്പൊ താഴെ തന്നിരിക്കുന്നവയില് പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ തന്നിട്ടുണ്ട്? സൗരോർജം, ജൈവവാതകം, കൽക്കരി, ഭൗമതാപോർജം. ഏതാണ് ഇതില്? അപ്പൊ നമുക്കറിയാം അല്ലെ, ഇതിലെങ്ങനെ നോക്കാം? അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ സൗരോർജം, ജൈവവാതകം, കൽക്കരി, ഭൗമതാപോർജം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എപ്പോഴും മാറിപ്പോകുന്നതാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ സ്രോതസ്സും. അപ്പൊ പാരമ്പര്യം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, പാരമ്പര്യ സ്വത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സ്വത്ത്, അതിനാണ് നമ്മൾ പാരമ്പര്യ സ്വത്ത് എന്നൊക്കെ പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? അത് കൂടുതൽ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അല്ലെ, അത് ഒരു പരിധി കഴിയുമ്പോൾ അത് തീർന്നു പോകും. അപ്പൊ അങ്ങനത്തെ ഊർജ സ്രോതസ്സിനാണ് എന്തെന്ന് പറയുന്നത്? പാരമ്പര്യ ഊർജ സ്രോതസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ തീർന്നു പോകുന്ന ഊർജ സ്രോതസ് ഏതാണ്? കൽക്കരിയാണ് അല്ലെ. അത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ലാത്തത് കൊണ്ട് തന്നെ അത് തീർന്നു പോകും. ബാക്കി സൗരോർജവും ജൈവവാതകവും ഭൗമതാപോർജം ഒക്കെ എന്താണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് ലഭിക്കുന്ന ഊർജ സ്രോതസ്സാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജലം, നീരാവി, ഐസ്, മൂന്നിലും തുല്യ ഊർജമാണ്. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ. അപ്പൊ നമുക്കറിയാം, ഇതില് ജലം എന്ന് പറയുന്നത് ഏതവസ്ഥയാണ്? ദ്രാവക അവസ്ഥയാണ് അല്ലെ. അതുപോലെ തന്നെ ഐസ് എന്ന് പറയുന്നത് എന്താണ്? ഖരാവസ്ഥയാണ്. ഇനി അതേ സമയത്ത് നീരാവി ആണെങ്കിൽ എന്താണ്? വാതക അവസ്ഥയാണ് അല്ലെ. അപ്പൊ ഈ 3 അവസ്ഥയില് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത് ഏതവസ്ഥയാണ്? നമുക്കറിയാം, വാതക അവസ്ഥയിലാണ് അല്ലെ. കാരണം എന്താണ്? അവിടെ തന്മാത്രകൾ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്തായിരിക്കും? ഊർജം കൂടുതലായിരിക്കും. ഇനി വാതകാവസ്ഥ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏതിനാണ് ഊർജം കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഖരാവസ്ഥയെ അപേക്ഷിച്ച് ദ്രാവകാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഏറ്റവും
കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതായിരിക്കും? നീരാവി എന്നുള്ള ഈ ഒരു സ്റ്റേജ് ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ഈ ഒരു 3 ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ അതിനെക്കുറിച്ച് ഐഡിയ വേണം. അപ്പൊ ഏറ്റവും കുറവ് ഊർജ്ജമാണെങ്കിൽ ഖരാവസ്ഥയും ഏറ്റവും കൂടുതൽ ഊർജ്ജമാണെങ്കിൽ ദ്രാവക അവസ്ഥയിലുള്ളതുമായിരിക്കും. അപ്പൊ നമ്മൾ പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നോക്കുക, നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മേഖലയ്ക്കൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെങ്കിലും ഇനിയും LGS പഠനത്തിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം കോഴ്സുകളുടെ പ്രത്യേകത എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സിലബസ് വൈസ് ടോപ്പിക് ആപ്പിൽ ഉണ്ടാകും അല്ലെ? ആപ്പിൽ കറക്റ്റ് ആയിട്ട് എല്ലാ സിലബസ് വൈസുള്ള ടോപ്പിക്സും ഉണ്ടാകും. അതുപോലെ തന്നെ വീക്ക്ലി നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. ലൈവ് സെഷൻസ് നമ്മുടെ ഫാക്കൽറ്റീസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതാത് സബ്ജക്റ്റിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീക്ക്ലി എക്സാം, LGSന്റെ വീക്ക്ലി എക്സാമും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്താണ് നമ്മുടെ PDF നോട്ട്സ് അല്ലെ? ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള PDF നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം LGS എന്ന് പറയുന്ന ഒരു എക്സാം അല്ലെ, വളരെ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ്. അപ്പൊ ആ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ട് ജോലി ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നെങ്കിൽ നിങ്ങൾ CCയോടൊപ്പം ജോയിൻ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, LGS നേടിയെടുക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്